إن الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الذي تفرد بالبقاء والكمال ذي الجلال والإكرام فاطر السماوات والأرض فالق الحب والنوى الصلاة والسلام على من لا نبي بعده وعلى خاتم الأنبياء والمرسلين وسيد الأولين والآخرين وعلى آله وأصحابه الطاهرين أجمعين ما بعد. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, respected Chief Guest Eric Wingle, respected guest Naseem Rafiabadi, Muhtaram Sadr Tanzeem SI of India, respected VP Ahmad Kuti, Toronto, Sheikh Muhammad Sahib, Abdur Rahman Sahib, VK Ali Sahib, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, വേദിയേക്കാൾ അധികം ഗസ്റ്റുകൾ സദസ്സിലിരിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത. ധാരാളം ചീഫ് ഗസ്റ്റുകളുണ്ട്, മറ്റു പ്രസ്ഥാന നേതാക്കന്മാരുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്. എല്ലാവർക്കും SIOവിൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. SIO കേരള കമ്മിറ്റി ഇവിടെ സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക് അക്കാഡമിക് കോൺഫറൻസ് എന്ന പരിപാടിയുടെ ചരിത്ര സംഗമത്തിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. എന്തുകൊണ്ടും SIOവിൻ്റെ ചരിത്രത്തിൽ അഭിമാനിക്കാവുന്ന മഹത്തായ ഒരു നേട്ടത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. 12 സെഷനുകളിലായി 100ഓളം പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യുന്ന 20ഓളം നാഷണൽ ഗസ്റ്റുകളെയും 5ഓളം വിദേശ ഗസ്റ്റുകളെയും വ്യത്യസ്ത വേദികളിൽ അണിനിരത്തുന്ന ഇന്ത്യയിലെ മഹത്തായ ഒരു സംരംഭത്തിനാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ നേതൃത്വം നൽകിയിട്ടുള്ളത്. ദൈവാനുഗ്രഹത്താൽ നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ അതിഥികളും ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. പേപ്പർ അവതരിപ്പിക്കുവാൻ നമ്മൾ ക്ഷണിച്ച അതിഥികളെ പോലെ തന്നെ ഡെലിഗേറ്റ്സ് ആയിട്ട് തന്നെ വിദേശ പ്രതിനിധികളടക്കം ഈ പരിപാടിയിലെത്തിയിട്ടുണ്ട്. ഇത് ലോക മുസ്ലിം സമൂഹത്തിന് നൽകുന്ന സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു സന്ദേശമുണ്ട്. ആ രാഷ്ട്രീയവും സാംസ്കാരികവുമായ സന്ദേശമെന്ന് പറയുന്നത് ഇസ്ലാം നോളജ് ഡിബേറ്റിനെതിരാണ് എന്ന ഒരു മിഥ്യാസങ്കല്പം ലോകത്തുണ്ട്. വൈജ്ഞാനികമായ സംവാദങ്ങൾക്ക് ഉള്ളു തുറന്ന് സഹകരണമൊരുക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു റിലീജിയനാണ് ഇസ്ലാം എന്നത്. ലോകത്തെ ഒരു കോൺക്രീറ്റ് വാർപ്പ് മാതൃകയാണ്. ഇത് തകർത്തെറിയാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. രാഷ്ട്രീയമായി ലോകത്ത് നടക്കുന്ന ഒരു ഡിബേറ്റുകളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ക്ലോസ്ഡ് സൊസൈറ്റി എന്ന് ലോകം വിലയിരുത്തിയ മുസ്ലിം സമൂഹം അറബ് വസന്തത്തിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ ജനാധിപത്യപരമായി, അതുപോലെ തന്നെ സർവാവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെയും സൗന്ദര്യവൽക്കരിച്ച് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ നോക്കിക്കാണുന്ന ഒരു സംഹിത ലോകത്തിന് മുന്നേ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് SIO ഇത്തരത്തിലുള്ളൊരു വൈജ്ഞാനികമായ ഒരു റവല്യൂഷന് നേതൃത്വം നൽകുന്നത്. കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കൊളോണിയൽ ഇന്ത്യയിൽ മുസ്ലിം സമൂഹം ബഹുസാംസ്കാരികവും ബഹുവൈവിധ്യവുമായ ഒരു സമൂഹത്തിൽ എങ്ങനെ ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിർവഹിക്കാം എന്നതിനെക്കുറിച്ച് വളരെ ശക്തമായ ഗവേഷണ പ്രബന്ധങ്ങളും ഗവേഷണ ഗ്രന്ഥങ്ങളും നേരത്തെ ഇവിടെ രചിക്കപ്പെട്ടിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം അതിൻ്റെ ഉദാഹരണമാണ്. സൈനുദ്ദീൻ മഖ്ദൂം മുതൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ,
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫതഹുൽ മുഈൻ തുടങ്ങിയ രാഷ്ട്രീയവും ഫിഖ്ഹ് പരവുമായ കർമ്മശാസ്ത്രപരവുമായ ഗ്രന്ഥങ്ങൾ മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകാനുള്ള കാരണം കേരളീയ സമൂഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം മനസ്സിലാക്കി. കേരളീയ സമൂഹത്തിൽ മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യത്തെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ വീണ്ടും വീണ്ടും പുനരവതരിപ്പിച്ച് നിർദ്ധാരണം ചെയ്ത് അതിൻ്റെ വ്യാഖ്യാന ശാസ്ത്രങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ ആസ്പദമായ ഒരു കർമ്മശാസ്ത്രം സംഭാവന ചെയ്ത ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. കേരളീയ മുസ്ലിം ട്രഡീഷൻ എന്ന് പറയുന്നത് തന്നെ വൈജ്ഞാനികമായി വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു ട്രഡീഷനാണ്. ഖാദി മുഹമ്മദ് ഫതഹുൽ മുബീൻ, അദ്ദേഹത്തിൻ്റെ 12ഓളം വരുന്ന അറബി ഗ്രന്ഥങ്ങൾ, അദ്ദേഹം ഗോളശാസ്ത്രത്തിൽ, കെമിസ്ട്രിയിൽ, ബയോളജിയിൽ ഇങ്ങനെ തുടങ്ങിയ വിവിധ മേഖലകളിൽ അർപ്പിച്ച സംഭാവനകൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് മേഖലയിൽ മമ്പുറം തങ്ങൾ, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ധാരാളം ആളുകൾ, ധാരാളം ഇസ്ലാമിക പണ്ഡിതന്മാർ സമൂഹത്തിൽ അർപ്പിച്ച വൈജ്ഞാനികമായ ഒരു നവോത്ഥാന ചരിത്രം കേരളത്തിനുണ്ട്. ഇന്ത്യയിൽ ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവി മുതൽ സയ്യിദ് മൗദൂദി വരെ നിർവഹിച്ച വൈജ്ഞാനികമായ ഒരു പ്രൊഡക്ഷനുണ്ട്. നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ ആത്മാഭിമാനത്തിനും ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സമുദായത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. വിജ്ഞാന ഉൽപാദനം നടക്കാത്ത ഒരു സൊസൈറ്റിയും റവല്യൂഷന് നേതൃത്വം നൽകുകയില്ല. അറബ് റവല്യൂഷൻ, അറബ് സ്പ്രിംഗ് എന്ന് പറയുന്നത് വൈജ്ഞാനികമായ ഒരുപാട് കാലത്തെ പ്രൊഡക്ഷന് ശേഷം രൂപപ്പെട്ട പ്രായോഗികമായ ഒരു നടപടിക്രമം മാത്രമാണ്. അതിൻ്റെ പിന്നിൽ വൈജ്ഞാനികമായ ഒരുപാട് ശേഷിപ്പുകളുണ്ട്, വൈജ്ഞാനികമായ ഒരുപാട് സംഭാവനകളുണ്ട്. ആ സംഭാവനകളെ തിരസ്കരിച്ചുകൊണ്ട് റവല്യൂഷൻ സാധ്യമാവുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ അബദ്ധമാണ്. അതുകൊണ്ട് വിപ്ലവത്തിനും അതുപോലെ തന്നെ വ്യവസ്ഥ മാറ്റങ്ങൾക്കും വേണ്ടി, അതുപോലെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ ഡിബേറ്റുകളിൽ പുതിയ പുതിയ കോൺട്രിബ്യൂഷൻ സമർപ്പിക്കുന്നതിനും ഒരു സമൂഹത്തിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധ ചെലുത്തുന്ന കാലഘട്ടത്തിലാണ് റവല്യൂഷനെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും വീണ്ടും വീണ്ടും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതും ആലോചിക്കപ്പെടേണ്ടതും. ഈ ഒരു സാഹചര്യത്തിലാണ് SIO ഇസ്ലാമിക് അക്കാദമിക് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്നത്. ഇതിന് ഒരുപാട് ചരിത്രപരമായ ന്യായങ്ങളുണ്ട്, ചരിത്രപരമായ ഒരുപാട് മേന്മകളുണ്ട്. അതുപോലെ തന്നെ ഐതിഹാസികമായ ഒരു സംഭവത്തിനാണ് SIO നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാമിക വിഷയങ്ങളിൽ ഇത്രയധികം ഡിബേറ്റ് നടക്കുന്ന ഒറ്റ സെമിനാറോ ഒറ്റ ഫോറമോ ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നത് ചരിത്രപരമായി SIOവിൻ്റെ ന്യായം വർദ്ധിപ്പിക്കുന്ന ഒരു ന്യായമാണ്. രണ്ടാമത്തത്, വലിയ ഒരു ട്രഡീഷനെ മുൻനിർത്തി ജീവിക്കുന്ന ആളുകൾക്ക് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ സമർപ്പിക്കാൻ സാധിക്കുന്നുവെന്നത് SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ കോൺഫറൻസിലൂടെ നൽകാൻ സാധിക്കുന്ന മറ്റൊരു സംഭാവനയാണ്. അതായിരിക്കും ഈ കോൺഫറൻസിൻ്റെ ഏറ്റവും വലിയ മഹത്തായ സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അവതരിപ്പിക്കുന്ന പേപ്പറുകൾ, ഇവിടെ പ്രസന്റ് ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം ക്രോഡീകരിച്ച് കേരളത്തിലെ അക്കാദമിക സമൂഹത്തിന് അല്ല, ഇന്ത്യയിലെ അക്കാദമിക സമൂഹത്തിന് പുതിയ ഒരു വൈജ്ഞാനികമായ സംഭാവന അർപ്പിക്കാൻ ഈ കോൺഫറൻസിന് സാധിക്കുമെന്നതാണ്. വിവിധ വിഷയങ്ങൾ വളരെ ഓപ്പണായി ഡിസ്കസ് ചെയ്യുന്ന, ഡിബേറ്റ് ചെയ്യുന്ന പേപ്പറുകളെ മുഴുവൻ ക്രോഡീകരിച്ച് കേരളീയ ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് ഒരു സംഭാവന നൽകാൻ ഈ കോൺഫറൻസാനന്തരം നമുക്ക് സാധിക്കുന്നുവെന്നത് ഇതിൻ്റെ വലിയൊരു നേട്ടമാണ്. വേറെ ഒരു നേട്ടമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോളജ് ട്രഡീഷനും നോളജ് റവല്യൂഷനും നോളജ് പ്രൊഡക്ഷനും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഈ സെലിബ്രേഷൻ ഓഫ് നോളജിൻ്റെ ഏറ്റവും വലിയ വിജ്ഞാന ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. മുസ്ലിം സമൂഹത്തെക്കുറിച്ച്, ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് ലോകം കൽപ്പിച്ചു നൽകിയ ഒരു ക്ലോസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നതാണ്. വലിയ വൈരുദ്ധ്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ അക്കാദമികമായി ഇന്ന് ലോകം ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഒടുവിൽ നമ്മൾ കണ്ട വാർത്ത നിങ്ങൾക്കറിയാം. ജോഹന്നാസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ അവതരിപ്പിക്കാൻ വന്ന സയനിസ്റ്റ് ബന്ധമുള്ള ജൂത പ്രൊഫസർമാരെ കുട്ടികൾ കല്ലെറിഞ്ഞ് ഓടിച്ചു എന്ന വാർത്തയാണ്. സാംസ്കാരികമായി ഒരു സമൂഹത്തെ ബഹിഷ്കരിച്ച് നിർത്തിക്കരിക്കുന്നു. ആ സമൂഹം നേരത്തെ സാംസ്കാരികമായി ബഹിഷ്കരിച്ച് നിർത്തിയിരുന്ന ആളുകൾ ഇന്ന് ലോകം മുഴുവൻ സന്ദർശിച്ചുകൊണ്ട് അവരുടെ നോളജ് പ്രൊഡക്ഷൻ ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇതിനോടുള്ള ഒരു കണ്ണിചേർച്ചയാണ്, ഗ്ലോബൽ പെർസ്പെക്റ്റീവാണ് SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ കോൺഫറൻസിലൂടെ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്കെത്തിയ ഗസ്റ്റുകളെല്ലാം തന്നെ അവർ അവതരിപ്പിക്കുന്ന പേപ്പറുകളിൽ ഏറ്റവും എക്സ്പെർട്ടുകളാണ് ലോകത്ത്. മുമ്പ് കോൺഫറൻസിന് വന്ന് ഇവിടെ പ്രസംഗിക്കാൻ കഴിയാതെ തിരിച്ചു പോവേണ്ടി വന്ന സാക്ഷാൽ എറിക് വിങ്കിളാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്ന് തന്നെ ചരിത്രപരമായ ഒരു തിരിച്ചുവരവിൻ്റെ സൂചകങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ ഞാൻ ഈ അറബ് വസന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട സംഗതി ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു വിഷയവുമല്ല, അതിൻ്റെ ഒരു സമയവുമല്ലാത്തത് കൊണ്ട് ഒരു സൂചന മാത്രം നൽകുന്നു. ഇവിടെ ഇന്ന് മുഖ്യ പ്രഭാഷണം ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് ഡോക്ടർ അസാം തമീമി എന്ന് പറയുന്ന ലോകത്തെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് വിസ നിഷേധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. വിസ നിഷേധിച്ചതിൻ്റെ കാരണമായി പറയുന്നത് ഹി സപ്പോർട്ടഡ് ഹമാസ്, ഹമാസിനെ സപ്പോർട്ട് ചെയ്തു വന്നതാണ്. ഹമാസിനെ കൾച്ചറൽ ബൈക്കോട്ട് ചെയ്തിരുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു നേതാവ്, ഒരു പഞ്ചായത്തിന്റെ റൗണ്ടിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഈ മനുഷ്യൻ ഇന്ന് തുർക്കിയിലും അതുപോലെ ജോർദാനിലും സിറിയയിലും പോയി ആളുകൾ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ സയനിസ്റ്റ് ബന്ധമുള്ള പ്രൊഫസർമാർ വരുമ്പോൾ എറിഞ്ഞ് കൂക്കി വിളിച്ച് ഓടേണ്ട ഒരു ഗതികേട് ലോകത്തെത്തിയ സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ത്യൻ എംബസി അറിയാത്തത് നമ്മുടെ സാംസ്കാരിക നോളജ്. രണ്ട് സംഗതിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലോസ്ഡ് ആയ ഒരു സമൂഹമാണ്, സൊസൈറ്റിയാണെന്ന് അവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികമായ ഡിബേറ്റിനും തയ്യാറാവാത്തൊരു സമൂഹം. വൈജ്ഞാനികമായ ഡിബേറ്റിന് തയ്യാറാണ്. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, അനുകൂലിക്കേണ്ടവർക്ക് അനുകൂലിക്കാം, ഒന്നും ചെയ്യാത്തവർക്ക് അങ്ങനെ ചെയ്യാം എന്ന എല്ലാ ഓപ്ഷനും നൽകി നമ്മളൊരു നോളജ് സെലിബ്രേഷൻ നടത്തുമ്പോൾ ആ നോളജ് പ്രൊഡക്ഷൻ തടയപ്പെടുക എന്നത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണെന്ന് നമുക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു സത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഞങ്ങൾ ഇസ്ലാമിനെ മുൻനിർത്തി ലോകത്ത് വിവിധ പ്രൊഡക്ഷൻസ്, ഉൽപാദനങ്ങൾ പ്രസരണം ചെയ്യുന്നു, പ്രക്ഷേപണം ചെയ്യുന്നു എന്ന് ആത്മാഭിമാനത്തോടു കൂടി ഉറക്കെ പ്രഖ്യാപിക്കുവാനാണ് ഈ അക്കാദമിക് കോൺഫറൻസ് നമുക്ക് ശേഷി നൽകുന്നതെന്നത്. SIOവിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക ശേഷിയുടെ ഒരു തിരിച്ചുവരവും അതുപോലെ തന്നെ അതിൻ്റെ പാരമ്പര്യവുമായുള്ള ഒരു കണ്ണിച്ചേർക്കലുമാണ് ഈ അക്കാദമിക് കോൺഫറൻസിലൂടെ സാധ്യമാവുന്നത്. ലോകത്ത് ആഖ്യാനങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ഒരു ലോകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഖ്യാനം എന്ന് പറയുന്നത് ലോകത്തെ വ്യാഖ്യാനങ്ങൾ, ലോകത്ത് ഇസ്ലാമിന് പുതിയ സാധ്യതകൾ സമർത്ഥിക്കുന്ന ഒരു ലോകത്ത് ഇതാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മുമ്പ് ലോകത്ത് ഉണ്ടായിരുന്ന ലെഫ്റ്റാണ്. ഇതിനെ പറയുന്നത് പ്രഗത്ഭനായ ചിന്തകൻ സിസക്ക് പറയുന്നത് ലെഫ്റ്റ് ഹോറിസൺ എന്നതാണ്. ഈ ലെഫ്റ്റ് ഹോറിസൺ 120 ഇടതുപക്ഷ സംഘടനകളെ ലോകത്ത് ഉണ്ടാക്കി എന്നതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആഖ്യാന സാധ്യതകളും വ്യാഖ്യാന സാധ്യതകളുമുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി ആ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നത് നമ്മൾ ആലോചിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അതിനുള്ളൊരു പുനരാലോചനയും പുനർവിചിന്തനവുമാണ് ഈ സന്ദർഭത്തിൽ SIO ഇതിലൂടെ ഒരുക്കിയിട്ടുള്ളത്. വിവിധ വേദികളിലായി, വിവിധ സെഷനുകളിലായി ഏറ്റവും പുതിയ ഡിബേറ്റുകളെയാണ് SIO പരിചയപ്പെടുന്നത്. പ്രമാണബന്ധിതമായി, ടെക്സ്റ്റ് ഓറിയന്റഡായി, കോണ്ടക്സിനെ വീണ്ടും വീണ്ടും വായിക്കാനുള്ള ഒരു നവോത്ഥാന ശ്രമമാണ് അക്കാദമിക് കോൺഫറൻസ് ചരിത്രപരമായി നിർവഹിക്കുന്നത്. ഇതിലേക്ക് എത്തിയ എല്ലാ ആളുകളെയും SIOവിൻ്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു. ഇവിടെ എത്തിയ എല്ലാ ഗസ്റ്റുകളെയും ഒരിക്കൽ കൂടി വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.